ഒരു വലിയ ഘടികാരത്തിന്റെ പെൻഡുലം ചിന്തിക്കൂ. ഒരിക്കൽ ഇടത്തേക്ക്, അടുത്ത നിമിഷം വലത്തേക്ക്. അങ്ങനെ ഇടത്തേക്കും വലത്തേക്കുമായി ചലിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്. ഒരിക്കൽ ഇടതുമുന്നണിയുടെ കൈകളിൽ, അടുത്ത തവണ UDFന്റെ കരങ്ങളിൽ. പക്ഷെ എന്തുകൊണ്ട് കേരളം എല്ലായ്പ്പോഴും ഇങ്ങനെ മാറി മാറി ഭരിക്കുന്നു? കഥ തുടങ്ങുന്നത് 1957. കേരളം പുതുതായി രൂപം കൊണ്ട ഒരു സംസ്ഥാനമാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷകളോടെ വോട്ട് ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി ജനാധിപത്യ വഴി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഭൂസമരം, വിദ്യാഭ്യാസ പരിഷ്കാരം, ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം. പക്ഷെ അധികം വൈകാതെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു. വിവിധ സംഘടനകൾ തെരുവിലിറങ്ങി. അങ്ങനെ വിമോചന സമരം വരെയായി. അവസാനം സർക്കാർ പുറത്തായി. കേരളത്തിന്റെ രാഷ്ട്രീയ പെൻഡുലം ആ ദിവസം തന്നെ ആദ്യമായി ചലിച്ചു. കാലം കടന്നു. 1970-80കളിൽ കേരളം രണ്ടായി പിളർന്നു. ഒരു വശത്ത് LDF, മറുവശത്ത് UDF. കഴിഞ്ഞ 40 വർഷത്തോളം ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചു. ജനങ്ങൾ 5 വർഷം സർക്കാരിനെ നോക്കും. മതി, ഇനി മാറ്റം വേണം. അടുത്ത വട്ടം അവർ വോട്ട് ചെയ്യും പ്രതിപക്ഷത്തിന്. അങ്ങനെ 5 വർഷത്തിലൊരിക്കൽ പെൻഡുലം ഇടതുവശത്തേക്ക്, അടുത്ത 5 വർഷം വലതുവശത്തേക്ക്. ഒരു കാര്യം മാത്രം മാറ്റമില്ലാതെ നിന്നു. BJPക്ക് ഒരിക്കലും ജനങ്ങൾ അധികാരത്തിന് അവസരം കൊടുത്തില്ല. എന്തുകൊണ്ടാണ് കേരളം മാറി മാറി ഇരു മുന്നണികളും ഭരിക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്, ജനങ്ങളുടെ മനോഭാവം. ഒരേ സർക്കാർ തുടർച്ചയായി വന്നാൽ അവർ ഭയപ്പെടും. മടി വരുമോ? അഴിമതി കൂടുമോ? അതിനാൽ മാറ്റം വേണമെന്ന് തീരുമാനിക്കും. രണ്ടാമത്, സാമൂഹിക സംഘടനകളാണ്. മുസ്ലിം ലീഗ്, SNDP, NSS, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ട്രേഡ് യൂണിയനുകൾ എല്ലാം സർക്കാരിന്റെ ഓരോ പാളിച്ചയിലും സർക്കാരിനെ പിടിച്ചുലയ്ക്കും. മൂന്നാമത്, ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പ്രവാസികളുടെ ദുരിതം, കർഷകരുടെ കണ്ണീർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇവയിൽ ജനങ്ങൾ പൊള്ളിത്തീരുമ്പോൾ സർക്കാരിനോട് അവർ പറയുന്നു, നിങ്ങളുടെ അവസരം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 2021 ചരിത്രം വഴിമാറി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF വീണ്ടും അധികാരം പിടിച്ചെടുത്തു. കോവിഡ് കാലത്തെ നിയന്ത്രണം, വാർദ്ധക്യ പെൻഷൻ, ക്ഷേമ പദ്ധതികൾ, പിണറായി വിജയന്റെ ശക്തമായ മുഖം. ജനങ്ങൾ പറഞ്ഞു, ഇപ്പോൾ മാറ്റം വേണ്ട, ഇവർ തന്നെ ഭരിക്കട്ടെ. അങ്ങനെ കേരളത്തിന്റെ പെൻഡുലം ഒരു നിമിഷം നിലച്ചു. ചരിത്രമാദ്യമായി ചോദ്യം ചെയ്യപ്പെട്ടു. ഇനി 2026. ജനങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതികൾ. ജനങ്ങൾ വീണ്ടും മാറ്റം തേടുമോ? അല്ലെങ്കിൽ പെൻഡുലം വീണ്ടും ഒരേ ഭാഗത്ത് നിലക്കുമോ? വോട്ടിംഗ് ബൂത്തിൽ കയറുന്ന ഒരു സാധാരണ മലയാളിയുടെ വിരൽത്തുമ്പിലാണ് ഇതിനൊക്കെയുമുള്ള മറുപടി. കേരളത്തിന്റെ ഭാവി, ചരിത്രത്തിന്റെ പുതിയ അധ്യായം അവസാനമായി ജനങ്ങളുടെ തീരുമാനമാണ്. ട്രൂ ടൈംസ്, ട്രൂത്ത് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ്.